അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദം സന്തതികൾ തെറ്റു ചെയ്യും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് തിന്മയിൽ ചാഞ്ഞു കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ജീവിതത്തിൽ വന്നുപോകുന്ന തിന്മകൾ, ചെറുപാപങ്ങൾ, ഇതെല്ലാം പേറിക്കൊണ്ടാണ് നാളെ പരലോകത്ത് പോകുന്നത് എങ്കിൽ തിന്മയുടെ തുലാസ് കനം തൂങ്ങിക്കഴിഞ്ഞാൽ തീരാ നഷ്ടമായിരിക്കും നമ്മുടെ പരലോകം. അതുകൊണ്ട് തന്നെ അത്തരം തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഒറ്റയ്ക്കോ കൂട്ടായോ ചെയ്തുപോയ ചെറിയ ചെറിയ തിന്മകൾ അത് മായ്ച്ചു കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ചെറിയ തിന്മകൾ അത് പെരുകി കുന്നോളമായിക്കഴിഞ്ഞാൽ പരലോകത്ത് നഷ്ടം വന്നു ഭവിക്കും. അതില്ലാതിരിക്കാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് വിശ്വാസം ക്ലിയറാക്കുക എന്നത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. അല്ലാഹ് പറയാണ്, വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. രണ്ടാമത്തത് സൂക്ഷ്മതാബോധമുണ്ടാകണം, തഖ്വയുണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു ഉദവി അല്ലാഹ് നൽകുമെന്ന് പറഞ്ഞിട്ട് വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും, നിങ്ങൾക്ക് പുറത്തു തരും, വിട്ടുവീഴ്ച തരും എന്നല്ല പറയുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസം ക്ലിയറാക്കി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് ക്ഷമയാണ്. ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹ് പറയാണ്, ക്ഷമിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കഴിഞ്ഞാൽ അവർക്കാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത് എന്നും അവർക്കാണ് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ ഒരുപക്ഷെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അവിടെയെല്ലാം മനസ്സ് മടുത്തുപോകാതെ റബ്ബിനെ പഴിചാരാതെ ക്ഷമിച്ച് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ചെറിയ തിന്മകൾ അള്ളാഹ് പുറത്തു തരുമെന്നാണ്. നാലാമത്തത് വൻ പാപങ്ങളെ വെടിയണം. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ. അല്ലാഹ് പറയാണ്, നിങ്ങൾ വൻപാപങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറുപാപങ്ങൾ അല്ലാഹ് പുറത്തു തരികയും മാന്യമായ ഗേഹത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നും അല്ലാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് വൻപാപങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ, മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത് തൗബ തന്നെയാണ്. നമ്മുടെ ഏത് തിന്മയും ഷിർക്ക് പോലും അല്ലാഹു തൗബയിലൂടെ നമുക്ക് പുറത്തു തരുമെന്നാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹ് സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത്, ആരാണോ തൗബ ചെയ്തത്, അതോടൊപ്പം വിശ്വാസം ക്ലിയറാക്കിയത്, സൽക്കർമ്മങ്ങളിൽ മുഴുകിയത്, അങ്ങനെ ചെയ്യുന്നവർക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരു തിന്മയിൽ നിന്ന് ഒരു മനുഷ്യൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് ആ മനുഷ്യനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നാസിഹായ, നിഷ്കളങ്കമായ, നിഷ്കപടമായ തൗബ ചെയ്യാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൽ നിഷ്കളങ്കമായ തൗബ ചെയ്യണമെങ്കിൽ 3 നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. രണ്ടാമത്തത് ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചുള്ള അതിയായ സങ്കടമുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നദുമു തൗബ, മനസ്സിലുണ്ടാകുന്ന ക്ലേശം തന്നെയാണ് തൗബ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൂന്നാമത്തത് ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയവും നമുക്കുണ്ടാകണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം
ഒരു മനുഷ്യൻ റബ്ബിലേക്ക് തൗബ ചെയ്യേണ്ടത്. നാലാമത്തത്, ഇനി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി കൊണ്ട് അടിമകളുമായി കൊണ്ടുള്ള വിഷയത്തിലാണ് തൗബ ചെയ്യുന്നത് എങ്കിൽ ഏതൊരു വ്യക്തിയുമായി കൊണ്ടാണോ പ്രയാസമുണ്ടായിട്ടുള്ളത്, പ്രശ്നമുണ്ടായിട്ടുള്ളത്, ആ വ്യക്തിയെ കണ്ട് മാപ്പ് പറഞ്ഞ് പൊരുത്തം ചോദിച്ചുകൊണ്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നാലാമതായി ഒരു വിഷയം കൂടി പഠിപ്പിച്ചു. ഈ രൂപത്തിൽ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്കടുത്ത് വിശ്വാസം നന്നാക്കി തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമെന്നും സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.